ഹായ്, റിവ്യൂ ഇടണേ മറക്കല്ലേ. ഇന്നും നീലം വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഭാഗ്യം. പാർക്കിങ്ങിൽ വണ്ടി കാണാത്തതുകൊണ്ട് അപ്പു ആശ്വാസത്തോടെ പറഞ്ഞു. അതിന് കാർത്തിയേട്ടൻ വന്നാലും നിനക്കെന്താ അപ്പു? കുറച്ച് ദിവസമായാലും അപ്പുവിന്റെ പെരുമാറ്റത്തിൽ ആരതിക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവൾ ഇന്നലെ അയച്ചു തന്ന തന്റെ പാട്ടിന്റെ വീഡിയോ കണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ചെക്കനെ അങ്ങനെ അനഘോസിക്ക് വായി നോക്കണ്ട. അവർ രണ്ടുപേരും ഓരോന്ന് സംസാരിച്ച് ക്ലാസ്സിന് മുന്നേ എത്തിയതും മുന്നിലുള്ള കാഴ്ച കൊണ്ട് ഒരു നിമിഷം സ്റ്റക്കായി നിന്നോ. ഇവളെന്താ കല്യാണത്തിനാണോ കോളേജിലൊക്കെയാണോ വരുന്നേ? മുന്നിൽ നിൽക്കുന്ന അനഘയെ കണ്ടാണ് ആരതിയുടെ ചോദ്യം. എന്നാൽ അതേസമയം അപ്പു അനഘയെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ കളറിലുള്ള ധാവണിയാണ് വേഷം. കഴുത്തിൽ ഗോൾഡൻ കളർ നെക്ലേസ്, കാതിൽ ജിമിക്കി, ഒരു കൈയിൽ ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ മിക്സിലുള്ള വളകൾ. മുടിയെല്ലാം ഒരുമിച്ച് പിന്നിയിട്ട് മുല്ലപ്പൂ വെച്ചിരിക്കുന്നു. കണ്ണുകൾ നല്ല ഭംഗിയിൽ എഴുതി, നെറ്റിയിൽ പൊട്ടും ചന്ദനവും. ആ, നിങ്ങളെത്തിയാ? ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. എങ്ങനെയുണ്ട് എന്നെ കാണാൻ? അവൾ ചോക്ലേറ്റ് നീട്ടിക്കൊണ്ട് ചോദിച്ചു. നൈസ്, നല്ല സുന്ദര കുട്ടിയായിട്ടുണ്ട്. കളർ ഡ്രസ് ഇടാനുള്ള പെർമിഷൻ കിട്ടിയായിരുന്നാ? ഒരു മിഠായി എടുത്തുകൊണ്ട് ആരതി ചോദിച്ചു. അതൊക്കെ കിട്ടിയെന്നേ. അപൂർണ എന്താ എടുക്കാത്തെ? അനഘ ചോക്ലേറ്റ് എടുത്ത് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഞാൻ ധ്രുവ് സാറ് വന്നൊന്ന് നോക്കട്ടെ കേട്ടോ. അത് പറഞ്ഞ് അവൾ പുറത്തേക്ക് പോയി. ദാ, എനിക്കൊന്നും വേണ്ട അവളുടെ ഒരു ചോക്ലേറ്റ്. അപ്പോൾ കയ്യിലെ മിഠായി ആരതിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത് ദേഷ്യത്തിൽ ചീറ്റിപ്പോയിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും അവളെ കാണാൻ നല്ല രസമുണ്ടല്ലേ. ഇന്ന് മിക്കവാറും ഈ ഭാഗത്തെ എല്ലാ ചെക്കന്മാരും അവളുടെ പിന്നാലെ ആയിരിക്കും, ആരതി പറഞ്ഞു. അപ്പുവിൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകാൻ തുടങ്ങിയിരുന്നു. അതിനാൽ അവൾ കല്യാണത്തെ കുറിച്ച് സംസാരിച്ച് മനസ്സ് തിരിച്ചു. നമുക്ക് കല്യാണത്തിന് ഡാൻസ് വേണം ആരതുമ്മ. അച്ഛൻ സമ്മതിക്കില്ലടി. റിസപ്ഷന് മതി. അപ്പൊ കുഴപ്പമില്ലല്ലോ, അപ്പു പറഞ്ഞു. അപൂർണ, ഒന്നെൻ്റെ കൂടെ വന്നേ, വേഗം വാ. ക്ലാസ്സിലേക്ക് വന്ന അനഘ അപ്പുവിൻ്റെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ അനഘ, കാര്യം പറയേ? അപ്പുവിൻ്റെ കൈ പിടിച്ച് വലിക്കുന്നുണ്ട് ആദുമയ്ക്ക് ദേഷ്യം വന്നിരുന്നു. ഞാൻ പറയാ പൂർണ്ണ, എൻ്റെ ഒപ്പം വാ. ആരതി പോയി വാ എന്ന് പറഞ്ഞതും അപ്പു മനസ്സോടെ കൂടെ പോയി. ധ്രുവ് സാറ് വന്നിട്ടുണ്ട് പൂർണ്ണ. സാറിന് ചോക്ലേറ്റ് കൊടുക്കാനാ. എനിക്ക് ഈ ഒറ്റയ്ക്ക് ഈ ഡ്രസ്സിൽ പോവാൻ ഒരു നാണക്കേട്. നമ്മൾ തമ്മിൽ പരിചയമുണ്ടല്ലോ, അതാ നിന്നെ വിളിച്ചേ. ഓഡിറ്റോറിയം എത്തുന്നവരെ അനഘ കലപില കൂട്ടി സംസാരിക്കുകയായിരുന്നു. ഓഡിറ്റോറിയത്തിലേക്ക് കയറിയപ്പോൾ അവിടെ നീലം ഉണ്ടായിരുന്നു. നാടകത്തിനുള്ള കുട്ടികൾക്ക് സ്ക്രിപ്റ്റ് വായിച്ചു കൊടുക്കുകയാണ് കക്ഷി. ആകെ 4-5 പിള്ളേർ മാത്രമേ അവിടെയുള്ളൂ. സാർ, ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. അവൾ കയ്യിലുള്ള 2 ഡയറി മിൽക്ക് നീലനായി കൊടുത്തു. ഹാപ്പി ബർത്ത്ഡേ അനഘ, അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു. താങ്ക് യു സാർ, ഞാൻ അവർക്ക് കൊടുത്തിട്ട് വരാം. അവൾ മറ്റു കുട്ടികളുടെ അരികിലേക്ക് നടന്നു. ചോക്ലേറ്റ് കിട്ടിയ? നീലൻ അടുത്ത് നിൽക്കുന്ന അപ്പുവിനോട് ചോദിച്ചു. ഓ, ഞങ്ങൾക്ക് എല്ലാം 2 രൂപയുടെ മിഠായി തന്നു. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്, അവൾ പുച്ഛത്തോടെ പറഞ്ഞു. നീലൻ ചിരിച്ചു. മനസ്സിലാക്കാൻ മാത്രമൊന്നുമില്ല, ദാ ഇതെടുത്തോ. അവൻ കയ്യിൽ ഒരു ഡയറി മിൽക്ക് അവൾക്കായി കൊടുത്തു. എനിക്കൊന്നും വേണ്ട, ഇത് നിനക്ക് അവള് സ്പെഷ്യലായിട്ട് തന്നതാ. ആയിക്കോട്ടെ, പക്ഷെ ഇത് നിനക്ക് തരുന്നത് ഞാനല്ലേ, വാങ്ങ. അത് കേട്ടത് അപ്പുവിന് സന്തോഷം തോന്നിയെങ്കിലും പുറത്ത് കാണിക്കാതെ അത് വാങ്ങി യൂണിഫോമിന്റെ പോക്കറ്റിലിട്ടു. ഇതെന്തിനാ തന്നേന്നറിയോ? ഞായറാഴ്ച ക്ലീനിങ് പ്രോഗ്രാമിന് വരാൻ വേണ്ടിയാ. നീലൻ ചിരിയോടെ പറഞ്ഞ അവളുടെ മുഖം മാറി. അപൂർണ, വാ പോവാം. ധ്രുവ് സാർ, ഈവനിങ് കാണാവേ. അവൾ കൈവീശി കാണിച്ച് പുറത്തേക്ക് നടന്നു. സാർ എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? അനഘ ആകാംക്ഷ ചോദിച്ചു. എന്തു പറയാൻ? അല്ല, ഞാൻ നല്ല ഭംഗിയിൽ ഒരുങ്ങി വന്നതിനെ കുറിച്ചേ. പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഇത്രയും കഷ്ടപ്പെട്ട് വെറുതെയാ? അപൂർണയ്ക്ക് ഒരു കാര്യം അറിയോ? സത്യം പറഞ്ഞ ഇന്നെൻ്റെ ബർത്ത്ഡേ ഒന്നല്ല, സാറിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി കള്ളം പറഞ്ഞതാ. അത് കേട്ടത് അപ്പുവിന് ആകെ കലി കയറി. അവർ ക്ലാസ്സിലെത്തിയത് അപ്പു ദേഷ്യത്തിൽ അരികിലായിട്ട് ഇരുന്നു. അപ്പൊ ഒരട്ടയുടെ വിചാരം അവൾ ആരാന്നാ? അവൾക്ക് പ്രേമിക്കാൻ ഈ ലോകത്ത് വേറെ ആരെയും കിട്ടിയില്ലേ? നിനക്ക് എൻ്റെ കൈ കൊണ്ടായിരിക്കും അവളുടെ അന്ത്യം. നീ ഇതാരുടെ കാര്യം അപ്പു പറയണേ? ആ മറുതിയുടെ കാര്യം തന്നെ. ഇന്ന് അവള് പിറന്നാളൊന്നല്ല, എൻ്റെ നീലിനെ ഇംപ്രസ് ചെയ്യാൻ കള്ളം പറഞ്ഞതാ. അവളുടെ ഒരു ധാവണിയും മുല്ലപ്പൂവും. അവൾ കള്ളം പറഞ്ഞാണെങ്കിൽ അല്ലെങ്കിൽ നിനക്കെന്താപ്പൂ? ഇതൊക്കെ കുറച്ച് ഓവറാട്ടാ. അതൊക്കെ അവളുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. അവളുടെ ആ കാട്ടിക്കൂട്ടൽ കാണുമ്പോൾ എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവ് കാർത്തിയേട്ടനും ഉണ്ടാവും അല്ലോ.
എന്നിട്ട് ആളെ എതിർപ്പൊന്നും പറയാത്ത പക്ഷം ആള് ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടെന്നല്ല അർത്ഥം. അവൾ അപ്പുവിനെ അന്വയിപ്പിക്കാൻ ശ്രമിച്ചു. നിനക്ക് ഉറപ്പാണോ? അതേടി, 99% ഉറപ്പ്. ഇപ്പോഴോ? അപ്പു പോക്കറ്റിലെ ഡയറി മിൽക്ക് പുറത്തെടുത്തു. ഇതെവിടുന്നാ? നീലൻ തന്നതാ. കാർത്തിയേട്ടനോ? ഇപ്പോഴാ ഞാൻ ആലോചിച്ചേ. ഇവളുടെ ബിഹേവിയർ കണ്ടിട്ട് ചിലപ്പോ ഒരു സാറിനോടുള്ള ബഹുമാനമാണെന്ന് കാർത്തിയേട്ടൻ വിചാരിച്ചു കാണും. അല്ലെങ്കിൽ കാർത്തിയേട്ടൻ ഈ വക കാട്ടിക്കൂട്ടിലൊന്നും നിന്ന് കൊടുക്കില്ലല്ലോ. പോരാ. അപ്പൊ കയ്യിലെ ഡയറി മിൽക്ക് പോക്കറ്റിലിട്ടു. ഏട്ടൻ പുറത്തു നിന്ന് വന്ന ഒരു സാറല്ലേ, അപ്പോ ഏട്ടനെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതി കാണും. അല്ലെങ്കിൽ കാർത്തിയേട്ടന് എവിടെ കിടക്കണു, അനഘ എവിടെ കിടക്കണു? അപ്പൊ പോക്കറ്റിൽ നിന്ന് ഡയറി മിൽക്ക് എടുത്ത് പാക്ക് ഓപ്പൺ ചെയ്തു. എല്ലാവർക്കും ഓരോ പീസ് കൊടുത്തു. അനഘ നീലനെ വളർത്താനുള്ള പ്ലാനിങ് ആയതിനാൽ അതൊന്നും ശ്രദ്ധിച്ചില്ല. നീ എന്തിനപ്പോ ടെമ്പർ ആവണേ? ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് കൈ കഴുകാൻ പോയപ്പോൾ ഓഡിറ്റോറിയത്തിനടുത്ത് നിന്ന് നീലന് അനഘ ഒരുമിച്ച് സംസാരിക്കുന്ന കണ്ട് തുടങ്ങിയതാണ് അപ്പോ. എനിക്കെന്താ? എനിക്കൊരു കുഴപ്പമില്ല. അവൻ ആരോട് സംസാരിച്ചല്ലേ, എനിക്കെന്താ? അവൾ ചാടിത്തുള്ളി ക്ലാസ്സിൽ പോയി. അപ്പുവിന്റെ പെരുമാറ്റങ്ങളും ഭാവങ്ങളും ആരതിയുടെ സംശയങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്നതായിരുന്നു. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞപ്പോൾ ആരതിക്ക് ഒപ്പം ഓഡിറ്റോറിയത്തിലേക്ക് വന്നു. ഒരു റൗണ്ട് പാട്ട് പാടിക്കഴിഞ്ഞ നീലിനൊരു കോള് വന്നു. നിങ്ങളുടെ നിൽക്കുന്ന ഈ പൊസിഷൻ ഒന്ന് കറക്റ്റ് ചെയ്യും, ഞാൻ ഇപ്പൊ വരാം. നീലൻ കോളെടുത്ത് പുറത്തേക്ക് നടന്നു. സുരഭി നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, അവള് സെന്ററിൽ നിൽക്കട്ടെ, ആരതി പറഞ്ഞു. പാട്ട് പഠിച്ചിട്ടില്ലെങ്കിലും കൂട്ടത്തിൽ ഏറ്റവും നന്നായി പാടുന്ന കുട്ടിയാണ് സുരഭി. നാടൻ പാട്ട് ശൈലിയിലുള്ള ശബ്ദമായതിനാൽ അവൾ പാടുന്നു കേട്ടിരിക്കാൻ തോന്നും. അത്ര ഭംഗിയിൽ അവൾ പാടിയിരുന്നു. എന്തിന്? ഇവളെ സെന്ററിൽ നിർത്തിയാ ഉള്ള മാർക്ക് കൂടെ പോവും. കാര്യമുണ്ട്. ഇനി കുറച്ച് മേക്കപ്പ് ഇടാന്ന് കരുതിയ പെയിന്റില് മുക്കിയ പോലെ ഉണ്ടാവും. ഇവളാ മൂലക്കെങ്ങാനും പിടിച്ചു നിർത്ത്. ഇക്കൊല്ലം നമുക്ക് ഫസ്റ്റ് അടിക്കേണ്ടതാണ്. ഇനി ഇവൾ കാരണം അത് പോവരുത്. അനഘ! അപൂർണയുടെ അലർച്ച കേട്ട് ഒരു നിമിഷം എല്ലാവരും ഒന്ന് പകച്ചുപോയി. കാരണം അവൾ ആരോട് എതിർത്ത് സംസാരിക്കാനോ ശബ്ദം ഉയർത്താനോ ഇന്നേ വരെയും ആരും കണ്ടിട്ടില്ല. അവളുടെ ദേഷ്യവും വാശിയും സങ്കടവും എല്ലാം എപ്പോഴും ആരതിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു. നിന്റെ വിചാരം നീ ആരാന്ന? ലോകസുന്ദരിയോ? സുരഭിയുടെ നിറത്തെ കളിയൊക്കെ നീ ആരാ? എപ്പോഴും നീ ഏത് നൂറ്റാണ്ടിലാണൊക്കെ ജീവിക്കണേ? നിറത്തിന്റെയും ജാതിയുടെയും ഭംഗിയുടെയും പേരുള്ള വിവേചനം ഈ കാലത്ത് നടക്കില്ല. ഒരാളുടെ പേഴ്സണാലിറ്റി ഇരിക്കുന്ന കളറിലല്ല, കഴിവിലാണ്. നിന്നെ പേരുള്ള മെന്റാലിറ്റി ഉള്ളവർ കൊണ്ടാണ് കഴിവുള്ള പല കുട്ടികളുടെ അവസരം നഷ്ടപ്പെട്ടു പോണേ. ഈ ലോകത്തെല്ലാം തികഞ്ഞ ആരുമില്ല. ഇവളുടെ കറുപ്പ് നിറം ആയതുകൊണ്ട് എന്താ കുഴപ്പം? അതും ഒരു അഴകാണ്. ഇനി മേലെ ഇവിടെ ഉള്ള ഏതെങ്കിലും കുട്ടിയെ ബോഡി ഷേപ്പിംഗ് ചെയ്താ നീ എന്റെ കൈയുടെ ചൂടറിയും. പറഞ്ഞില്ല എന്ന് വേണ്ടാനക. അവളെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞ് അപ്പു സുരഭിയുടെ അരികിലേക്ക് നടന്നു. താനെന്തിനോട് ഇങ്ങനെ കരയണേ? നിനക്ക് നല്ല കഴിവുണ്ട്. ഇവിടെയുള്ള പലരെക്കാളും ഈ കോളേജിൽ നിന്നും കോമ്പറ്റീഷന് പോകുന്നുണ്ടെങ്കിൽ സെന്ററിൽ നിൽക്കുന്ന നീ തന്നെയായിരിക്കും. അതിന് വേണമെങ്കിൽ മാനേജ്മെന്റിന് കംപ്ലൈന്റ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കരയാതിരിക്കേ. സുരഭിയുടെ കണ്ണു തുടച്ച അപ്പു പറഞ്ഞു. അപ്പുവിന്റെ ഭാവമാറ്റം ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് ആരതിയാണ്. ഇത്ര നാളും കൂടെ നടന്നിട്ട് ഇങ്ങനെ ആദ്യമായിട്ടാണ്. തന്നോടും വീട്ടിൽ ഉള്ളവരോടും ദേഷ്യപ്പെട്ട് സംസാരിക്കെങ്കിലും പുറത്തേക്കിറങ്ങിയ പൂച്ചക്കുട്ടിയാണ്. അനഘയ്ക്ക് ഞാൻ പറഞ്ഞു മനസ്സിലായി എന്ന് കരുതുന്നു. അല്ലെങ്കിൽ മനസ്സിലാക്കി തരാൻ ഈ അപൂർണയ്ക്ക് അറിയാം. രാവിലെ മുതലുള്ള അനഘയുടെ ദേഷ്യം മുഴുവൻ അപ്പുവിന്റെ ആ വാക്കിൽ ഉണ്ടായിരുന്നു. അനഘയെ തറപ്പിച്ചു നോക്കി അപ്പു തിരിഞ്ഞു നടന്നു പിന്നിലായി നീല നിൽക്കുന്നത് കണ്ടത്. എന്നോട് മാത്രമേ നിന്റെ ഈ അഹങ്കാരം പിടിച്ച സ്വഭാവമുള്ളൂ എന്ന് കരുതിയേ. എല്ലായിടത്തും നീ ഇങ്ങനെ തന്നെയാണല്ലേ? കഷ്ടം. നീലന്റെ ആ വാക്കുകൾ അപ്പുനെ വല്ലാതെ വേദനിപ്പിച്ചു. അവൾ നീറ കണ്ണുകളുമായി പുറത്തേക്ക് ഓടി. എല്ലാവരുടെയും പ്രത്യേകിച്ച് നീലന്റെ മുന്നിൽ നാണം കെട്ടതിനാൽ അനഘയും കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി. കാർത്തിയേട്ടാ, ഞാനിപ്പോ വരാം, ആരതി നീലനോട് പറഞ്ഞ് പുറത്തേക്ക് നടന്നു. നിങ്ങൾ പൊക്കോളൂ, ബാക്കി നാളെ നോക്കാം. നീലൻ അത് പറഞ്ഞത് എല്ലാവരും ബാഗെടുത്ത് പുറത്തേക്ക് നടന്നു. ഫോൺ കോളിലായതിനാൽ നീലൻ അവിടെ എന്താ സംഭവിച്ചതെന്നൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൻ വന്നപ്പോൾ അപ്പുവിന്റെ അവസാനം പറഞ്ഞ മാത്രമാണ് കേട്ടത്. അവൻ ചെയറിലിരുന്ന് കരയുന്ന സുരഭിയുടെ അരികിലേക്കായി നടന്നു. ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടിയാണ് സുരഭി. കുട്ടി എന്തിനീ കരയണേ? നീലൻ ചോദിച്ചതും സുരഭി ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു. സാറാ പൂർണ്ണ ചേച്ചി വഴക്ക് പറയണ്ടായിരുന്നു. ആ ചേച്ചി എനിക്ക് വേണ്ടി സംസാരിച്ചേ.
അനഘ ചേച്ചി പറഞ്ഞതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല. എനിക്കിതൊക്കെ ചെറുപ്പം മുതലുള്ള ശീല. കറുത്തു പോയത് എൻ്റെ കുറ്റമല്ലല്ലോ. നിറം കറുത്തവർക്കും ഈ ലോകത്ത് ജീവിക്കണ്ടേ? ആ കുട്ടി വീതുമ്പിക്കൊണ്ട് പറഞ്ഞ നീലനും പാവം തോന്നി. താൻ കരയാതെ, ആളെന്തായാലും പ്രാക്ടീസിന് വരണട്ടോ. പിന്നെ തനിക്ക് നല്ല കഴിവുണ്ട്, ആ കഴിവാണ് തൻ്റെ സൗന്ദര്യം. മറ്റുള്ളവർ പറയുന്നൊന്നും ശ്രദ്ധിക്കാൻ പോണ്ട. നമ്മൾ രണ്ടുപേര് വിചാരിച്ചാൽ അവരെ കാഴ്ചപ്പാടുകൾ മാറ്റാൻ പറ്റില്ലല്ലോ. ബി പോസിറ്റീവ്, ഫോക്കസ് യുവർ കരിയർ, ഓക്കെ? അവനത് പറഞ്ഞു. സുരഭി കണ്ണു തുടച്ച് അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അപൂർണ ചേച്ചി അത്ര അഹങ്കാരമൊന്നുമില്ല കേട്ടാ. ചേച്ചി ഇങ്ങനെയൊന്നും ഇതുവരെ സംസാരിച്ചിട്ട് തന്നെ ഇല്ല. സുരഭി ബാഗ് എടുത്ത് പുറത്തേക്ക് നടന്നു. ഞാൻ അഹങ്കാരിയാണോ അതമ്മ? എനിക്ക് ശരിയെന്ന് തോന്നിയതല്ലേ ഞാൻ പറഞ്ഞേ. നീലും പിന്നെ എന്തിനാ എന്നോട് ദേഷ്യപ്പെട്ടെ? അല്ലെങ്കിലും അവൻ എന്നെ ഇഷ്ടമല്ലല്ലോ. ഞാൻ അല്ലെങ്കിൽ അവൻ്റെ കാര്യമല്ലല്ലോ. അവന് സംസാരിക്കാനും അവൻ്റെ പിന്നാലെ നടക്കാനും അനഘയെ പോലെ ഒരുപാട് പെൺപിള്ളേരുണ്ട്. നീ ഉച്ചക്കെ കണ്ടതല്ലേ അവൻ ചിരിച്ച അനഘയോട് സംസാരിക്കണേ? എന്നോട് ഇതുവരെ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ സങ്കടത്തിൽ മനസ്സിൽ വന്നതെല്ലാം പറഞ്ഞു. എന്നാൽ അവൾ പറയുന്നതെല്ലാം ആരതി ഭയത്തോടെയാണ് കേട്ടിരുന്നത്. കരയല്ലടാ. ആരതി തൻ്റെ തോളിൽ കൈവച്ച് കരയുന്ന അപ്പുവിൻ്റെ തോളിൽ തട്ടി സമാധാനിപ്പിച്ചു. അപ്പു അവളുടെ കരച്ചിലൊന്നടങ്ങിയത് ആദ്യമ വിളിച്ചു. അവളൊന്ന് മൂളി. നിനക്ക് കാർത്തിയേട്ടനെ ഇഷ്ടമാണ്. അത് കേട്ടത് അപ്പു ഒരു പകപ്പോടെ അവളുടെ തോളിൽ നിന്ന് തല ഉയർത്തി. അതേടാ. ഇല്ല. അപ്പു നിഷേധാർത്ഥത്തിൽ തലയാട്ടി. അത് കണ്ട ആരതി ഫോൺ എടുത്ത് ഇന്നലെ അവൾ റെക്കോർഡ് ചെയ്ത് അയച്ചു തന്ന വീഡിയോ പ്ലേ ചെയ്തു. ആദ്യത്തെ കുറച്ച് സമയം മാത്രമാണ് സോങ് റെക്കോർഡായിട്ടുള്ളൂ. ബാക്കി വീഡിയോയിൽ മുഴുവൻ ബെഞ്ചി ചാരിയിരിക്കുന്ന നീലം മാത്രമാണ്. അപ്പോൾ പകപ്പോടെ ആരതിയെ നോക്കി. അതും ഞാനിത് എനിക്കറിയില്ല. എൻ്റെ അമ്മ സത്യം എനിക്കറിയില്ല. അതെ, നീ കാർത്തിയേട്ടനെ സ്നേഹിക്കുന്ന കാര്യം നിനക്ക് തന്നെ അറിയില്ല. ഇല്ല അതുമ്മ, എനിക്കും അങ്ങനെയൊന്നുമില്ല. നിനക്ക് മനസ്സിലാവിഞ്ഞാട്ടാടാ. നീ പിന്നെ ഇന്നേ കാർത്തിയേൻ്റെ കാര്യത്തിൽ ഇത്ര പോസസീവ് ആവണേ? ഇതിനു മുമ്പ് ആളിവിടെ വന്നിട്ടുണ്ടല്ലോ. പലരും കാർത്തിയേൻ്റെ പിന്നാലെ നടത്തിയിട്ടുണ്ട്. നമ്മളവരെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അവരോടൊന്നും തോന്നാത്ത ദേഷ്യം തരം നിനക്ക് അനഘയോട് തോന്നണേ. കാരണം അനഘയെ കാർത്തിയേട്ടൻ തിരികെ ഇഷ്ടപ്പെടുമെന്ന് ഭയം നിനക്കുണ്ട്. അവളേട്ടനോട് കാണിക്കുന്ന അടപ്പം എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നുണ്ട്. അതെല്ലാം കൂടി വന്നതിൻ്റെ ഭാഗമാണ് നീ കുറച്ചു മുമ്പ് അനഘയോട് ദേഷ്യപ്പെട്ടെ. നീ ഇന്നേ വരെ പുറത്തെ ഒരാളോട് ഇത്രയും ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടില്ലല്ലോ. ഇതിനെല്ലാം കാരണം കാർത്തിയേട്ടനാണ്. അപ്പു ആ സമയം മനസ്സിലാക്കുമായിരുന്നു നീലം തനിക്ക് ആരായെന്ന്. കുറച്ചു നേരം അവർ പരസ്പരം ഒന്നും സംസാരിക്കാതെ ഇരുന്നു. പിന്നിൽ നിന്ന് ആരോ നടന്നു വരുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ നീലനായിരുന്നു. ഓഡിറ്റോറിയം പൂട്ടി കീ കൊടുത്തിട്ട് വേണം എനിക്ക് പോവാൻ. അപ്പോഴാണ് നിങ്ങളുടെ ബാഗ് കണ്ടത്. അത് തരാൻ വന്നതാ. നീലം കയ്യിലെ ബാഗ് ആരതിക്ക് കൊടുത്തു. നിങ്ങൾ വരുന്നുണ്ടാ? ഞാൻ നാട്ടിലെ ബസ് സ്റ്റോപ്പിലാക്കാം. വേണ്ട കാർത്തിയേട്ടാ, ഞങ്ങൾ 1-2 ഷോപ്പിൽ കയറാനുണ്ട്. ഏട്ടൻ പൊക്കോ. നീലൻ തലയാട്ടി തിരിച്ചു നടന്നു പോയി. നീലം പോയി കുറച്ചു കഴിഞ്ഞ് അപ്പു തിരിഞ്ഞു നോക്കി. അതേസമയം തന്നെ നീലനും തിരിഞ്ഞു നോക്കിയതും ഒരു വിറയിലോടെ അപ്പം മുഖം തിരിച്ചു. ഇതെല്ലാം ആരതിയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാർത്തിയേട്ടൻ നമുക്ക് ശരിയാവില്ലടാ. ഒരു വലിയ തറവാട്ടുകാരാ. അവരുടെ ഒപ്പം ഒന്നും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ തമ്മിലുള്ള വയസ്സ്, കാർത്തിയേട്ടൻ്റെ സ്വഭാവം പിന്നെ നിനക്കറിയുന്നതല്ലേ. ആള് വേറൊരു ടൈപ്പാണ്. അതുങ്ങളുടെ കുട്ടിക്ക് നല്ല ചുള്ളൻ ചെക്കനെ നമ്മൾ കണ്ടുപിടിക്കില്ലേ? ആരതി അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞത്. അപ്പം മൂളിക്കൊണ്ട് അവളുടെ തോളിലേക്ക് ചാഞ്ഞു. അവൾ ഇരിക്കുന്ന മരച്ചുവട്ടിൽ നിന്ന് നോക്കിയാൽ പാർക്കിംഗ് ഏരിയ കാണാം. നീലം വണ്ടിയെടുത്ത് ഗേറ്റ് കടന്നു പോകുന്നത് നോക്കി അവർ ഇരുന്നു. നമുക്ക് പോകാതുമ്മ, സമയം ഒരുപാടായി. കുറച്ചു കഴിഞ്ഞാൽ അപ്പു പറഞ്ഞു. അതിനു മുമ്പ് എനിക്കൊരു കാര്യം ചോദിക്കണം. അനഘയോട് നിനക്ക് ദേഷ്യമുണ്ടോ? ഇല്ല. അവൾ ആരെ നോക്കിയാലും എനിക്കെന്താ. കാർത്തിയേട്ടനായില്ലേ? നീലൻ എറണാകുളത്തെ ആ ചേച്ചിയുടെ. കാർത്തിയേട്ടനെ ഏത് പെൺകുട്ടിയോട് സംസാരിച്ചാലും എനിക്കൊരു കുന്തമില്ല. അനഘയെ സ്നേഹിച്ചാലും അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. വെരി ഗുഡ്, ദാറ്റ്സ് മൈ ഗേൾ. അപ്പുവിനെ ചേർത്ത് പിടിച്ച് ആരതി പുറത്തേക്ക് നടന്നു. ഞായറാഴ്ച രാവിലെ കൃത്യം 8 മണിക്ക് എല്ലാവരും ഇവിടെ എത്തിയിരിക്കണം. നമ്മുടെ ക്ലബിൻ്റെ ഫ്ലെക്സ് ശനിയാഴ്ച വൈകുന്നേരം കിട്ടും. ഒന്ന് ഇവിടെയും പിന്നെ ആശുപത്രിയുടെയും സ്കൂളിൻ്റെയും മുന്നിൽ ഓരോന്ന് വയ്ക്കാം.
അരുൺ ക്ലബിലെ മെമ്പേഴ്സിന് നിർദ്ദേശം കൊടുത്തു. കഴിഞ്ഞ തവണത്തെ പോലെ ആരും വെള്ളം അടിച്ചു വന്ന് അലമ്പാക്കരുത്. ക്ലീനിങ് കഴിഞ്ഞ് നമ്മുടെ വക ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്കും വാർഡിലെ അനാഥർക്കും സൗജന്യ ഉച്ചഭക്ഷണം. അത് കാറ്ററിംഗുകാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് പോയി ഫുഡ് വാങ്ങിക്കൊണ്ട് വന്നാൽ മതി. അരുണേ, അത് നിന്റെ നീത്തിയല്ലേ? കൂട്ടത്തിലൊരുത്തം പറഞ്ഞു. സംസാരിച്ചുകൊണ്ടിരുന്ന ഇത് നിർത്തി അരുൺ ക്ലബിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അപ്പു! അരുൺ നീട്ടി വിളിച്ചു. അപ്പുറത്തെ സൈഡിലൂടെ നടന്നു പോകുന്ന അപ്പു ആരതയും തിരിഞ്ഞു നോക്കി. അരുണിനെ കണ്ട നിമിഷം അപ്പു വണ്ടികളെ പോലും നോക്കാതെ റോഡ് ക്രോസ് ചെയ്തു. നിനക്കെന്താ വണ്ടി വരുന്ന കണ്ണു കാണില്ല അപ്പു? അരുൺ ദേഷ്യത്തിൽ ചോദിച്ചു. നിനക്കെന്താ പറ്റിയ? മുഖമൊക്കെ വല്ലാതിരിക്കണേ, നീ കരഞ്ഞ? അപ്പുവിന്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് അരുൺ ചോദിച്ചു. ഞാൻ പറയുന്ന ആളെ വീട്ടിൽ പോയി തല്ലാൻ പറ്റുമോ നിനക്ക്? മാക്സിമം കയ്യും കാലും ഓടിക്കണം. അപ്പു പറയുന്ന കേട്ട് ആരതി തലയിൽ കൈവച്ചു. അരുൺ ആണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ അന്തം വിട്ട് നിൽക്കുകയാണ്.